ഹായ് ഫ്രണ്ട്സ്, എൻ്റെ 2 ദിവസം മുമ്പിലുള്ള പെബിൾസ് വീഡിയോയിൽ ഞാനൊരു സജഷൻ വെച്ചിരുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു 1 hour 2 hour സെഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് പ്രൈസ് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഡിസ്കഷൻ വേണ്ടി ഇരിക്കാമെന്ന് പറഞ്ഞു. ധാരാളം റിക്വസ്റ്റുകൾ എനിക്ക് വന്നു, വലിയ കാര്യം. അതിനോടൊപ്പം തന്നെ 3-4 സജഷൻസും വന്നു. പ്രൈസ് ആക്ഷനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ചെയ്യാമോ, അത് വെച്ച് എങ്ങനെയാണ് ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു 3-4 മെയിൽസും വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോ ബേസിക്കലി എന്താ പറയേണ്ടത്, ബാങ്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രേഡിംഗ് ഡേയിലെ, ദാറ്റ് മീൻസ് ഫ്രൈഡേയിലെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലെ ഓപ്ഷനിൽ ബേസിക്കലി ബാങ്ക് നിഫ്റ്റി ചാർട്ടിൽ നമ്മൾ ഓപ്ഷൻ എന്നുള്ള കൺസെപ്റ്റില്ല, ഓപ്ഷൻ ബൈയോ ഓപ്ഷൻ സെല്ലോ, ബേസിക്കലി ഇൻട്രാഡേ കൺസെപ്റ്റാണ്. കൺസെപ്റ്റിൽ നമ്മൾ ബേസിക്കലി പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ്. 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ചാർട്ട് കണ്ടുകൊണ്ടോ 100 ചാർട്ട് കണ്ടുകൊണ്ടോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരും. കാര്യം കണ്ടമാനം പഠിക്കാനുള്ള സംഗതിയാണിത്. നമ്മൾ 2 മണിക്കൂർ സെഷൻ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു സാധനങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതിനപ്പുറം പോകുകയാണെങ്കിൽ ധാരാളം ചാർട്ട്സിൽ നിങ്ങളെ പ്രൈസ് ആക്ഷൻ കൺസെപ്റ്റ്സും കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് ചെയ്ത് എക്സ്പെർട്ടൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒന്നും പെട്ടെന്ന് വഴങ്ങുന്നൊരു സംഗതിയല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ മാർക്കറ്റിലുണ്ട്, മാർക്കറ്റ് നിലവിലുണ്ട്. പ്രൈസ് ആക്ഷനാണ് മാർക്കറ്റിൻ്റെ ബേസ്. ശരിക്കും പ്രൈസ് ആക്ഷൻ വെച്ചാൽ പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷനാണ്. അതിൻ്റെ തന്നെ വോളിയം എന്ന് പറയുമ്പം അതിൻ്റെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്രൈസ് എന്ന് പറയുമ്പോൾ ക്യാൻഡിൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഡിഫറൻറ്റ് ക്യാൻഡിൽ കോംബോയെക്കുറിച്ച് പഠിക്കാനുണ്ട്, ഓരോ സെഷൻ ഓരോ ലെവൽ ഓഫ് സപ്പോർട്ട് റിസൾട്ടിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ ചേരുമ്പോഴാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ള നമ്മൾ ആ സങ്കല്പത്തിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്താൻ സാധിക്കുന്നത്. മോർ ദാൻ 50 വെറൈറ്റീസ് ഓഫ് പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഡെപ്തിൽ പഠിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് വിൽ ഹാവ് എ ഡിസ്കഷൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം കണ്ടമാനം പഠിക്കാനുള്ള സംഗതി 1 മണിക്കൂർ 2 മണിക്കൂറിലോ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ ഒരിക്കലും സാധിക്കത്തില്ല. വിൽ ഹാവ് എ ഡിസ്കഷൻ. അപ്പോൾ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് താങ്കൾ മെയിൽ അയയ്ക്കുക. prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ അതിൻ്റെ എന്നാണ് പ്ലാൻ ചെയ്യുന്നുള്ളത് പ്ലസ് അതിൻ്റെ സൂമിൻ്റെ ലിങ്ക് താങ്കൾക്ക് തീർച്ചയായും ഇട്ടുതരും. ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ സൂം സെഷനിൽ 100 പേർക്കേ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പേരെ ഓൾറെഡി എനിക്ക് മെയിൽ വന്നിട്ടുണ്ട്. ഫസ്റ്റ് കം ഫസ്റ്റ് ഔട്ട് എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് ഞാൻ ചെയ്യുന്നത്. ആദ്യം വരുന്നവർക്ക് തീർച്ചയായും ഡീറ്റെയിൽ അയച്ചു കൊടുക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ഞാനിത് പ്ലാൻ ചെയ്തിരിക്കും. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പറയുമ്പോൾ സാധാരണ പല ആൾക്കാരും തോന്നും, കഴിഞ്ഞ ചാർട്ടിൽ എന്ത് വേണേൽ കാണിക്കാമല്ലോ എന്ന് തോന്നും. അങ്ങനെ വിചാരിക്കരുത്. ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫിലോസഫി തന്നെ. പഴയ ചാർട്ടിൽ വരച്ച് പഠിച്ച് തറവാക്കിയാൽ വരാൻ പോകുന്ന ചാർട്ടുകളും നമുക്ക് ഏകദേശം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഹൈ പ്രോബിലിറ്റി എടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇതാണ് ഇന്നത്തെ ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ ഇന്നത്തെ ഡേ ക്യാൻഡിലാണ്. ഇത് 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ആദ്യമേ പറയുന്നു. പ്രൈസ് ആക്ഷൻ അനാലിസിസ് വെച്ചുള്ള ട്രേഡ് നല്ലോണം പഠിക്കേണ്ട കാര്യമാണ്. 1-2 ചാർട്ട് കണ്ടുകൊണ്ട് ഒരിക്കലും പഠിക്കാൻ സാധിക്കത്തില്ല. രണ്ടാമത്തെ കാര്യം, പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് കിട്ടുന്ന ദിവസം മാത്രമേ ഈ ട്രേഡ് നടക്കത്തുള്ളൂ. അല്ലാത്ത ദിവസം നമ്മൾ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എല്ലാ ദിവസവും കറക്റ്റായിട്ട് പ്രൈസ് ആക്ഷൻ കിട്ടണമെന്നില്ല. പല ദിവസം ഏത് ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അത് റേഞ്ച് ബൗണ്ടിലാവുന്ന ദിവസം, പ്രത്യേകിച്ച് നമ്മൾ ഓപ്ഷൻ ബൈ ഉള്ള കൺസെപ്റ്റിലാണ് നമ്മൾ കംപ്ലീറ്റ് സംസാരിക്കുന്നത്. നാച്ചുറലി എന്താ പറയുക, പ്രൈസ് ഡിറ്റീരിയേഷൻ വരാനുള്ള സാധ്യതകളുണ്ട് നിങ്ങൾ പ്രൈസ് ആവശ്യ മേടിക്കുകയാണെങ്കിൽ. രണ്ടാമത്തെ കാര്യം അതാണ്, വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ ഡീറ്റെയിൽ ചെയ്യുമ്പം ഇതെനിക്കും അറിയാമായിരുന്നതുള്ള തോന്നൽ വരുമായിരിക്കാം. നല്ല കാര്യം തന്നെ. എന്താ പറയണ്ടേ, ആർക്കും വേണ്ടി ഡീറ്റെയിൽ ചെയ്യാമെന്നുള്ള തോന്നൽ വരുമായിരിക്കും. അത് നല്ല കാര്യം തന്നെ. പക്ഷേ പല കാര്യങ്ങളും എല്ലാവർക്കും ഡീറ്റെയിൽ ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കണം. ഹിസ്റ്ററി റിപ്പീറ്റ്സ് എന്നാണ് ശരിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഫിലോസഫി തന്നെ. പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനിയത്തെ ഫ്യൂച്ചറിലും റിപ്പീറ്റ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പാസ്റ്റ് ആയിട്ടുള്ള ചാർട്ടുകൾക്കും അനാലിസികൾക്കും വലിയ പ്രസക്തി ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് പ്രൈസ് ആക്ഷൻ അനാലിസിസ് ആണ്. പ്രൈസ് ആക്ഷൻ എന്ന് വെച്ചാൽ പ്രൈസും വോളിയം തമ്മിലുള്ള റിലേഷനാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഹാർഡ്ലി നമ്മളൊരു ഇ എം എ മാത്രമേ നമ്മളൊരു ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പ്രൈസ്, വോളിയം, ക്യാൻഡിൽ അനാലിസിസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ഇതെല്ലാം പ്രൈസ് ആക്ഷൻ്റെ ഭാഗമാണ്. സോ നമുക്ക് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡേ ക്യാൻഡിലിന് മുമ്പ് നമ്മളെ സംബന്ധിച്ച് ഈ ഒരു ക്യാൻഡിൽ ഫ്യൂച്ചറാണ്. നമ്മൾ ഇന്നലത്തെ ക്യാൻഡിൽ ബേസിലാണ് നമ്മൾ ആദ്യം നേരിച്ച് 15 മിനിറ്റ്സിലേക്ക് നമ്മൾ കിടക്കുക. 15 മിനിറ്റ്സിൻ്റെ നമ്മൾ ഹൈ ലോ ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ട സംഗതി. സോ ഇതാണ് 15 മിനിറ്റ്സ് ചാർട്ട്. 15 മിനിറ്റ്സിൻ്റെ ഹൈ എന്ന് പറയുന്നത് ഈ ക്യാൻഡിലാണ്. സോ അതായത് വെനസ്ഡേ അല്ല, നമുക്ക് തേസ്ഡേ ആണ് വേണ്ടത്. നമുക്ക് ഇന്നലത്തെ ക്യാൻഡിലാണ് വേണ്ടത്. സോ ഇന്നലത്തെ ക്യാൻഡിലെ ഹൈ എന്ന് പറയുന്നത്
സോ 1.30 കഴിഞ്ഞിട്ട് വേറെ ഹൈ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഫസ്റ്റ് റെസിസ്റ്റൻസ് ക്യാൻഡിൽ. അതായത് ഇതിന് മേളിൽ പോയാൽ മാത്രമേ ബേസിക്കലി നിഫ്റ്റിയിലല്ല ബാങ്ക് നിഫ്റ്റി ബുള്ളിഷ് ആകത്തുള്ളൂ. നമുക്കതിൻ്റെ ഹൈയും ലോയും നമുക്കൊന്ന് ഫസ്റ്റ് ലെവലെന്ന് നമുക്ക് നോട്ട് ചെയ്തിടാം. ഇതാണ് ശരിക്ക് അതിൻ്റെ ലെവലെന്ന് പറയുന്ന സാധനം. സോ ദിസ് ഈസ് ലെവൽ. ഈ ലെവൽ നമ്മൾ ലെഫ്റ്റിലേക്ക് നമ്മൾ നിൽക്കുവാണെങ്കിൽ നമുക്ക് വലിയൊരു വിക്ക് കാണാൻ പറ്റും. അത് വെനിസ്ഡേയിലെ വിക്കാണ്. അപ്പോൾ ആ വിക്ക് അപ്പർ വിക്ക് കാണിക്കുന്നത് സെല്ലേഴ്സിൻ്റെ ഡോമിനൻസിനെയാണ്. ഇപ്പോൾ ബേസിക്കലി ഒരു നിഫ്റ്റി എന്ന് പറയുന്ന അല്ലെ ബാങ്ക് നിഫ്റ്റി പറയുന്ന കൺസെപ്റ്റ് ഇതിന് മേളിൽ പോയാൽ മാത്രമേ ഇനി ബുള്ളിഷ് ആകത്തുള്ളൂ. അതിനെ ലെഫ്റ്റ് നമുക്കതിന് റൈറ്റിലേക്ക് കൂടെ വലിച്ച് നമുക്ക് നീട്ടാം, കുറച്ച് നീട്ടിയിടാം. സോ ഇതാണ് ഫസ്റ്റ് കാര്യം. നമുക്ക് വേണമെങ്കിൽ കളർ യെല്ലോ മാറ്റിയിട്ട് നമുക്കൊരു വൈറ്റ് കളർ ആക്കാം. സോ ഇതാണ് ഫസ്റ്റ് കാര്യം. അപ്പം നമ്മൾ എൻ്റെ താഴത്തെ ലെവലെന്ന് പറയുന്നത് ശരിക്കും ഇതാണ് താഴെ കറക്റ്റ് ലെവൽ. ഇതാണ് നമ്മൾ പ്രിസൈസ്ഡ് ലെവൽ നമ്മൾ വരച്ചിടണം. ഇതാണ് ഫസ്റ്റ് ലെവൽ. സോ ഈ ലെവലിനെ ക്രോസ് ചെയ്താൽ മാത്രമേ ബാങ്ക് നിഫ്റ്റി ഇനി ബുള്ളിഷ് ആകത്തുള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഇത്രയും ഭാഗം, അതായത് ഇന്ന് ട്രേഡ് ചെയ്യുന്ന ഭാഗം കംപ്ലീറ്റ് നമ്മളെ സംബന്ധിച്ച് ഫ്യൂച്ചറാണ്. നമുക്കറിയില്ല എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ്സിൽ വരച്ചിട്ട് 15 മിനിറ്റ്സിൻ്റെ സപ്പോർട്ട് ലെവൽ നമുക്കൊന്ന് വരച്ചിടാം. 15 മിനിറ്റിൽ നമുക്ക് രണ്ടും വേണമല്ലോ. 15 ലെവലിൽ ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ എന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവലാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. ഇതാണ് ഫസ്റ്റ് സപ്പോർട്ട് ലെവൽ. നമ്മൾ വരച്ചിട്ട് നമുക്ക് റൈലിലേക്ക് ഒന്ന് നീട്ടിയിടാം. അടുത്ത ലെവലെന്ന് പറയുന്നത് ഇത് ഇന്നലത്തെ ലെവലിലാണ് വരയ്ക്കുന്നത്. ഇന്നത്തെ ലെവലോട് യാതൊരു ബന്ധവും ഇല്ല. അടുത്ത ലെവലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവൽ നിങ്ങൾ കണ്ടോ. ഈ ലെവലിൽ എന്താ സംഭവിച്ചാൽ ലോ പൊളാരിറ്റി ആക്ട് ചെയ്തിട്ടുണ്ട് ഈ ലെവലിൽ. സോ വേണമെങ്കിൽ നമുക്ക് അവിടെയും ഒരു സപ്പോർട്ട് റെസിസ്റ്റൻറ്റ് നമുക്ക് ചേർത്തൊന്ന് ഇട്ടേക്കാം. ഈ ലെവലാണ്. ദിസ് ഈസ് ഫസ്റ്റ് ലെവൽ. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലും ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലെവൽ ഇതൊരു സോണാണ്. നമ്മൾ സോണായിട്ട് വേണം എപ്പോഴും വരയ്ക്കാനായിട്ട്. ഈ ഒരു സോണിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ക്യാൻഡിലിൽ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായി? ഇതാണ് സോൺ. അതൊരു ബ്ലൂ നമുക്കതിൻ്റെ കളറൊന്ന് മാറ്റാം. കറക്റ്റ് പ്രിസൈസ്ഡ് ആയിട്ട് വരയ്ക്കാം. അത് കുറച്ചുകൂടെ സൂമായിട്ട് നിങ്ങളെ അടുപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. വളരെ സൂമായിട്ട് വരയ്ക്കാം. ആൻഡ് ഈ ഒരു സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ് സോൺ. സപ്പോർട്ടിൻ്റെ സോൺ ഇതാണ്. ഈ ഒരു സോണാണ്. റെസിസ്റ്റൻറ്റ് സോൺ എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആകണ്ടെന്ന് വെച്ചാൽ കൂടുതൽ വരയ്ക്കാത്തത്. ഇത് സപ്പോർട്ടിൻ്റെ സോണാണ്. ഇത് കണ്ട് ഇതൊരു സപ്പോർട്ട് സോണാണ്. റെസിസ്റ്റൻസ് സോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ ക്യാൻഡിൽ മുതൽ ഈ വൈറ്റ് വരവുള്ള സോൺ റെസിസ്റ്റൻസ് സോണുമാണ്. അതുപോലെ തന്നെ ഈ ബ്ലൂ മുതൽ താഴത്തെ ബ്ലൂ വരെയുള്ള സോണിനെ നമ്മൾ പറയുന്നത് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള സോൺ എന്ന സപ്പോർട്ട് സോൺ ഈ സോണാണ്. ഇതാണ് ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് സോൺ. നമുക്കിനി നേരെ 5 മിനിറ്റ്സിലേക്ക് കിടക്കാം. ഇതാണ് 5 മിനിറ്റ്സ് ചാർട്ട്. സോ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ 9 ക്യാൻഡിലെ ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നത്. 5 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മൾ നോക്കൂ ഏതാണ് ഫസ്റ്റ് ക്യാൻഡിൽ. ഇത് തേഴ്സ്ഡേ ആണ്. തേഴ്സ്ഡേ 5:20. ഓക്കെ, ഇത് നോക്കൂ. ഫസ്റ്റ് ക്യാൻഡിൽ 9 ക്യാൻഡിൽ. ഫസ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ ചെയ്തു 51,908 ഓപ്പൺ ചെയ്തു ആൻഡ് 51,934 വരെ പോയി. നമുക്കൊരിക്കലും റെസിസ്റ്റൻസ് സോണിൽ നോ ട്രേഡ്. നമുക്കൊരു ട്രേഡും റെസിസ്റ്റൻസ് സോണിലില്ല. നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒബ്സർവേഷനാണ് വേണ്ടത്. ഈ സോണിൽ നമുക്ക് ട്രേഡ് ഇല്ല, കാര്യം ഈ സോൺ സ്ട്രോങ് റെസിസ്റ്റൻസ് സോണാണ്. അതിനുശേഷം നേരെ ബാങ്ക് നിഫ്റ്റി താഴെ വന്നിട്ട് നമ്മൾ നേരത്തെ വരച്ചിട്ട സപ്പോർട്ട് സോണിലുള്ള ബ്ലൂ സപ്പോർട്ട് സോണിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് ഇവിടെ നിന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. തിരിച്ച് കയറാൻ നോക്കിയിട്ട് കയറാൻ സാധിച്ചില്ല. കാര്യം എന്താ? ഈ ലെവലെന്ന് പറയുന്നത് ഈ ലെവലിൽ നിന്ന് തുടങ്ങിയ ബാങ്ക് നിഫ്റ്റി തിരിച്ച് ഇത്രയും ലെവലിൽ താഴെ വന്നിട്ട് തിരിച്ച് ഇവിടം വരെയേ പോയുള്ളൂ. ഈ സോൺ വരെയേ പോയിട്ടുള്ളൂ. ഈ സോണിന് മേളിൽ പോയില്ല. അത് കാണിക്കുന്നത് എന്തിനാണ് കാണിക്കുന്നത്? ടെമ്പററി വീക്ക്നെസ്സിനെ കാണിക്കുന്നതാണ്. സ്ട്രെങ്ത് കാണിക്കണം. എന്ത് വേണം? എന്താ വേണ്ടത്? ബാങ്ക് നിഫ്റ്റി തിരിച്ച് എന്താ സംഭവിക്കേണ്ടത്? സ്ട്രെങ്ത് കാണിക്കാതെ ഇവിടുന്ന് തിരിച്ച് ഇവിടെ നോക്കൂ നിങ്ങൾ. ഇവിടെ വന്ന് ടച്ച് ചെയ്തിട്ട് തിരിച്ച് താഴെ വന്നിട്ട് തിരിച്ചൊരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചിങ്ങനെ വന്നിട്ട് തിരിച്ച് വീണ്ടും ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ വരുമ്പോഴാണ് സ്ട്രെങ്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കാണിച്ചത് നമുക്കറിയില്ല. നമ്മൾ ഒറ്റ ക്യാൻഡിലേ നമ്മുടെ മുമ്പിലുള്ളൂ. ഒരൊറ്റ സിംഗിൾ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് അനാലിസിസ് സ്ട്രെങ്തോ വീക്ക്നെസ്സോ ഒന്നും അറിയില്ല. പക്ഷേ ഒറ്റ ക്യാൻഡിൽ നമ്മൾ കണ്ടത് അവിടെ വീക്ക്നെസ് എന്ന് പറയാൻ കാര്യം ഈ ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഹിറ്റ് ചെയ്തു. അത് ഹിറ്റ് ചെയ്തവിടാണ് നേരത്തെ സപ്പോർട്ട് കൊടുത്ത സോണിലാണ് ഹിറ്റ് ചെയ്തത്. ആ സോണിൽ ഹിറ്റ് ചെയ്ത് അപ്പോൾ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. ലോ പൊളാരിറ്റി എന്ന് വെച്ചാൽ നേരത്തെ സപ്പോർട്ട് കൊടുത്ത സോൺ എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് പൊളാരിറ്റി. നേരത്തെ സപ്പോർട്ട് കൊടുത്ത സോൺ
തിരിച്ച് ആ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് താഴെ പോകുമ്പോൾ തിരിച്ച് സ്റ്റോക്ക് കയറാൻ നേരത്ത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. അതിന് പേരാണ് ലോ പൊളാരിറ്റി. അപ്പോൾ പ്രീവിയസ് സപ്പോർട്ട്സ് ഓൺ ഇത്തവണ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ള വലിയൊരു പ്രൈസ് ആക്ഷനാണ് നമ്മളിവിടെ കണ്ടത്. ഈ പ്രൈസ് ആക്ഷനോടൊപ്പം തന്നെ നമ്മൾ മൂവിങ് ആവറേജും കൂടെ കൊടുത്താൽ നമുക്ക് എന്താ കാണാൻ സാധിക്കുന്നത്? മൂവിങ് ആവറേജ് EMA 10 ആണ് കൊടുത്തത്. രണ്ട് EMA 10ലും പ്രീവിയസ് സപ്പോർട്ട് റെസിസ്റ്റൻസായ കൺവേർട്ട് ചെയ്ത ആ ലോ പൊളാരിറ്റി സോണിലും ഒരു സ്ട്രോങ് നെഗറ്റിവിറ്റി ഫോം ചെയ്തു. നെഗറ്റീവോടൊപ്പം തന്നെ ഈ ഗ്രീൻ ക്യാൻഡിൽ ഹ്യൂജ് വിക്കാണ് ഡെവലപ്പ് ചെയ്തത്. ലോങ് വിക്ക് എന്ന് വെച്ചാൽ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് 51,659 660 ഓപ്പൺ ചെയ്തിട്ട് 51,759 വരെ പോയി 100 പോയിന്റ് പോയിട്ട് ക്ലോസ് ചെയ്തത് 51,694 ദാറ്റ് മീൻസ് സംതിങ് അറൗണ്ട് 66 പോയിന്റ് താഴെയാണ് ക്ലോസ് ചെയ്തത്. അത് കാണിക്കുന്നത് എന്താണ്? സ്ട്രോങ് സെല്ലർ ഡോമിനൻസിനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ അവിടെ ഒരു മൂവിങ് ആവറേജ് 10 കൂടി ഇട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് ആ ഒരു സോണിൽ ഓൾറെഡി നമുക്കിവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. ഓൾറെഡി ബ്ലൂ ലൈൻ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ തന്നെ EMA 10 കൂടെ റെസിസ്റ്റൻസ് വർക്ക് ചെയ്തു. രണ്ട് റെസിസ്റ്റൻസ് ഒരുമിച്ച് വരാൽ അതിനെ പറയുന്ന പേരാണ് എന്താ പറയുന്നത്? പവർ സോൺ എന്ന് പറയും, കോൺഫ്ലുവൻസ് എന്ന് പറയും. കോൺഫ്ലുവൻസിൻ്റെ പുറത്ത് നെഗറ്റീവായിട്ടുള്ള പവർ സോൺ ഇവിടെ സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്തു. നെഗറ്റീവ് പവർ സോൺ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആക്ച്വലി വീണ്ടും സപ്പോർട്ട് എടുക്കാൻ നോക്കി. വീണ്ടും സപ്പോർട്ട് നോക്കിയിട്ട് എന്താ സംഭവിച്ചാൽ അടുത്ത ക്യാൻഡിൽ പ്രൈസ് ആക്ഷനാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, അടുത്ത ക്യാൻഡിൽ ഈ ക്യാൻഡിൽ ഹൈ എന്ന് പറയുന്നത് 51,759 ആണെങ്കിൽ അടുത്ത ക്യാൻഡിൽ ആ ഹൈ പോലും വന്നില്ല, 51,724 പോയിട്ട് താഴെ വന്നു. അത് കാണിക്കുന്നത് വീക്ക്നെസ്സിൻ്റെ കൺഫർമേഷനെയാണ്. സോ നാച്ചുറലി ഈ ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ലെവലിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസിംഗ് ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ട് ആ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ക്ലോസിംഗ് ആണ്. ഈ ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതായിരിക്കണം നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്. ദാറ്റ് മീൻസ് 5 മിനിറ്റിലെ ക്ലോസിംഗ് എന്ന് വെച്ചാൽ അടുത്ത ക്യാൻഡിൽ നേരെ കയറി ഈ ഒരു സോണിൻ്റെ മേളിൽ പോയി ക്ലോസ് ചെയ്യുവാണെങ്കിൽ, ചുമ്മാ ടച്ച് ചെയ്തിട്ട് കാര്യമില്ല, ഇതിൻ്റെ മേളിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആകും നാച്ചുറലി. ക്ലോസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് അത് പ്രോഫിറ്റിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. എന്താ സംഭവിച്ചത്? നിങ്ങളിവിടെ ട്രേഡ് എടുത്തു. നിങ്ങൾ ട്രേഡ് എടുത്ത് 51,677 ട്രേഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം 51,677 ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്തൊന്നും നിങ്ങൾക്ക് ശരിക്കും നിങ്ങളെ ത്രട്ടനായിട്ടൊരു സംഗതിയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെറിയ ട്രെൻഡ് ലൈൻ വരച്ചിട്ടാൽ മതി. ട്രെൻഡ് ലൈൻ കട്ട് ചെയ്ത് പോയാൽ മാത്രം ചിന്തിച്ചാൽ മതി. ഇത് കണ്ടോ, ദിസ് ഇസ് എ ട്രെൻഡ് ലൈൻ. ഈ ഒരു ട്രെൻഡ് ലൈൻ നിങ്ങൾ വരച്ചിട്ടും നിങ്ങളൊന്നും ചെയ്യേണ്ട. ട്രെൻഡ് ലൈൻ, ആ ട്രെൻഡ് ലൈൻ നിങ്ങൾക്ക് 2 പോയിന്റ് വേണം ട്രെൻഡ് ലൈൻ വരയ്ക്കാനായിട്ട്. ഈ ഒരു ഗ്രീൻ ക്യാൻഡിലും റെഡ് ക്യാൻഡിലും ഉള്ള ട്രെൻഡ് ലൈൻ വരച്ചിടാൻ പറ്റും. ട്രെൻഡ് ലൈൻ വരച്ചിടുമ്പോൾ നാച്ചുറലി തിരിച്ച് താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും കയറാൻ നോക്കി ട്രെൻഡ് ലൈനിൽ ഹിറ്റ് ചെയ്തു. സെയിം ട്രെൻഡ് ലൈൻ ഹിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ മൂവിങ് ആവറേജ് കൊണ്ടൊന്ന് കൊടുക്കുക. അവിടെ വീണ്ടും പവർ സോൺ നെഗറ്റീവ് പവർ സോൺ ഡെവലപ്പ് ചെയ്തു. വീണ്ടും താഴെ പോയി. കണ്ടോ, നെഗറ്റീവ് പവർ സോൺ ഡെവലപ്പ് ചെയ്ത് താഴെ പോയതിന് ശേഷം എന്താ സംഭവിച്ചാൽ വീണ്ടും കയറാൻ നോക്കി, ഫെയിലുവറായി. വീണ്ടും ട്രെൻഡ് ലൈൻ ഹിറ്റ് ചെയ്തു. വീണ്ടും താഴെ വന്നപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ പ്രീവിയസ് സപ്പോർട്ട് സോൺ, നമ്മൾ നേരത്തെ വരച്ച സപ്പോർട്ട് സോണിൻ്റെ അടുത്താണ് കിടക്കുന്നത്. സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്യില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, നോ പ്രോബ്ലം. അത്ര വലിയ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഈ ഭാഗത്ത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് എക്സിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം നിങ്ങൾ എൻട്രി എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലോസിംഗ് ടൈം, ദാറ്റ് മീൻസ് 51,677 ആണെങ്കിൽ ഇതിൻ്റെ ക്ലോസിംഗ് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതിൻ്റെ ക്ലോസിംഗ് 51,382 ആണ്. സപ്പോസ് നിങ്ങളുടെ എക്സിറ്റ് ചെയ്യുന്ന വെക്കുക, യു ആർ അറ്റ് എക്സലൻറ്റ് പ്രോഫിറ്റ് ആക്ച്വലി. ഒന്നാമത്തെ കാര്യം. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാമാണ്? സിമ്പിൾ പ്രൈസ് ആക്ഷൻ നമ്മൾ പറഞ്ഞത്. നമ്മളിവിടെ സ്ട്രെങ്തിനെ അനലൈസ് ചെയ്തു, സ്ട്രെങ്ത് കണ്ടില്ല, മൂവിങ് ആവറേജ് കൂടെ നമ്മളൊന്ന് വർക്കൗട്ട് ചെയ്തു. അതിനുശേഷം നമ്മളിത് ഈ ക്യാൻഡിൽ നമ്മൾ ഷോർട്ട് ചെയ്തു. ആ ക്യാൻഡിൽ ഷോർട്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിലോ ഏതെങ്കിലും ക്യാൻഡിൽ ഈ ബ്ലൂവിന് മുകളിൽ ക്ലോസ് ചെയ്യണം. ടച്ച് ചെയ്തിട്ട് കാര്യമുള്ള ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സിറ്റ് ചെയ്യാം. പക്ഷേ ക്ലോസ് ചെയ്തിട്ടില്ല. പകരം എന്താ സംഭവിച്ചത്? ട്രെൻഡ് ലൈൻസ് ആണ് ഇവിടെ സംഭവിച്ചത്. നമ്മൾ ട്രെൻഡ് ലൈൻ വെച്ചിട്ടുമ്പം ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് ട്രെൻഡ് ലൈനിൻ്റെ മുമ്പിൽ നിൽക്കാൻ സാധിക്കാതെ നേരെ താഴ്ത്തിക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നമുക്കാണ് വോളിയം കൂടെ ഒന്ന് ഓൺ ചെയ്തിടാം. ഞാൻ വോളിയം മനപ്പുറം ഓൺ ചെയ്യാത്തതാണ്. കാര്യം വോളിയം ക്ലട്ടർ ചെയ്യേണ്ടതെന്ന് വെച്ചാണ് സ്ക്രീനെ ക്ലട്ടർ ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വോളിയം ഓൺ ചെയ്യാറുള്ളത്. നോക്കൂ, ഫസ്റ്റ് ക്യാൻഡിലുള്ള വോളിയം നോക്കൂ. അതുപോലെ തന്നെ ഈ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓരോ ക്യാൻഡിലും വോളിയം നിങ്ങൾ അനലൈസ് ചെയ്യണം. ഈ ക്യാൻഡിൽ ഈ തൊട്ടുപോലെ ക്യാൻഡിലെക്കാളും സ്ട്രോങ് ആണ്, വോളിയം സ്ട്രോങ് ആണ്. തിരിച്ചു കയറുന്ന ക്യാൻഡിലൊക്കെ നിങ്ങൾ നോക്കൂ. ശരിക്കും ഈ ക്യാൻഡിലൊക്കെ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ വോളിയം കുറേ കാര്യം സെഷൻ വീക്കായി. ഇത് നമുക്ക് അടുത്ത കാര്യം ചെയ്യേണ്ടത്, നമുക്കിത് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഒരു ചെറിയ സപ്പോർട്ട് എടുത്ത് കയറി ആ സപ്പോർട്ട് ലൈൻ കൂടെ നമുക്കൊന്ന് വരച്ചിടണം. ഇതാണ് സപ്പോർട്ട് ലൈനായിട്ട് വരുന്നത്. 5 മിനിറ്റ്സിലെ സപ്പോർട്ട് ലൈനാണ്. തീർച്ചയായും അതിന് അതിൻ്റെ ആയിട്ടുള്ള വാലിഡിറ്റി ഉണ്ട്. സോ നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഈ ലെവൽ വന്ന് നമ്മൾ ഈ ലെവൽ നമ്മുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമ്മൾ
നമ്മൾ എന്താ കണ്ടത്, നമ്മൾ ഇവിടുന്ന് ഈ ലെവൽ വന്നിട്ട് ഇവിടെ വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ലെവലിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് നമുക്ക് മാന്യമായിട്ടുള്ള ഒരു ഡീസൻറ്റ് പ്രോഫിറ്റ് കിട്ടി. ഇനി അടുത്ത ലെവൽസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. തൽക്കാലം വോളി ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അടുത്ത ലെവൽ കാണുന്നത്, നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ കാണുന്നത് എന്താ, ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സപ്പോർട്ട് ലൈൻ, ഇതാണ് സപ്പോർട്ട് സോൺ. സപ്പോർട്ട് സോനെ ക്രോസ് ചെയ്തിട്ട് താഴെ വരുവാണെങ്കിൽ ഈ സപ്പോർട്ട് സോൺ പിന്നെ റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ലോ ഓഫ് പൊളാരിറ്റി. പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രൈസ് ആക്ഷൻ വളരെ ക്രിട്ടിക്കൽ കൺസെപ്റ്റാണ് ലോ ഓഫ് പൊളാരിറ്റി. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് സോണിനെ കട്ട് ചെയ്ത് എളുപ്പമാണെങ്കിൽ ആ റെസിസ്റ്റൻസ് സോൺ പിന്നെ വലിയൊരു സപ്പോർട്ട് കൊടുക്കും. ഇവിടെ എന്താ സംഭവിച്ചാൽ സപ്പോർട്ട് സോണിനെ കട്ട് ചെയ്ത് താഴെ വന്നു. അപ്പോൾ ഇതിന് മേളിലേക്ക് പോകുന്ന നേരത്ത് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ നമ്മളെ സംഭവിച്ചാൽ നമ്മളിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. നമുക്ക് ഇപ്പോൾ അത് ട്രേഡ്സ് ഒന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിലെ സപ്പോർട്ട് അല്ല റെസിസ്റ്റൻസ് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ മാത്രമേ നമുക്ക് ട്രേഡ് ഉള്ളൂ. ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒരു റേഞ്ചിൽ കിടക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കിയാൽ, അതിനുശേഷം സംഭവിച്ചത് തിരിച്ചൊരു ബ്രേക്ക് ഔട്ട് കൊടുക്കാൻ നോക്കി. ഞാൻ നേരത്തെ പറഞ്ഞ ലോ പൊളാരിറ്റി, നേരത്തെ സപ്പോർട്ട് കൊടുത്ത പോർഷൻ ഇപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു മാത്രമല്ല ഈ ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് 51,500 രൂപയിലാണെങ്കിൽ റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 51,519 ജസ്റ്റ് ഒരു പോയിന്റ് വ്യത്യാസമുള്ളൂ. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ ശരിക്കും ഇതിൻ്റെ ക്ലോസിങ്ങും ഇതിൻ്റെ ഓപ്പണിങ്ങും സെയിം ലെവലിൽ വന്നാൽ അതിനെ പറയുന്ന പേരാണ് ടീസർ ടോപ്പ് എന്ന് പറയും. ടീസർ ടോപ്പ് അത് വളരെ ക്രിട്ടിക്കലായിട്ട് ക്യാൻഡിൽ കൺസെപ്റ്റാണ് സ്റ്റോക്ക് ട്രേഡിങ്ങിൽ. ടീസർ ടോപ്പ് റെസിസ്റ്റൻസിൽ വന്നാൽ ഡബിൾ നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എവിടുന്ന് സംഭവിച്ചേ, ബ്രേക്ക് ഔട്ട് കൊടുക്കുമെന്ന് വിചാരിച്ച് ബ്രേക്ക് ഔട്ട് കൊടുത്തില്ല. കൊടുക്കുന്നതിന് പകരം ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ ആ സോണിൽ തന്നെ കറക്റ്റായിട്ട് ഹിറ്റ് ചെയ്തു. ഈ സോൺ നേരത്തെ സപ്പോർട്ടായിരുന്നെങ്കിൽ ഇതിപ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് മാറിയെന്ന് മാത്രമല്ല ഗ്രീൻ ക്യാൻഡിലിലെ ക്ലോസിംഗ് വന്നിട്ട് 51,520 ആണെങ്കിൽ റെഡ് ക്യാൻഡിൽ ഓപ്പണിംഗ് വന്നിട്ട് 51,519. ഒരു 1 പോയിന്റ് വ്യത്യാസമുള്ളൂ. 1 പോയിന്റ് വ്യത്യാസം ഈസ് നത്തിങ്. 51,000 1 പോയിന്റ് ഈസ് നത്തിങ് ആക്ച്വലി. ഈ ഒരു ക്യാൻഡിൽ കോമ്പിനേഷൻ പറയുന്ന പേരാണ് ടീസർ ടോപ്പ് എന്ന് പറയുന്നത്. ടീസർ ടോപ്പ് എവിടെയാണ് സംഭവിച്ചിരിക്കുന്നത്, ടീസർ ടോപ്പ് റെസിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്ന ഡബിൾ നെഗറ്റിവിറ്റിയാണ് കാണിക്കുന്നത്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് ഈ ക്യാൻഡിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ ബ്ലൂ ലൈനിൻ്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴെ ക്ലോസ് ചെയ്താൽ നിങ്ങൾക്ക് അടുത്ത ട്രേഡ് എടുക്കാം. എങ്ങനെ ട്രേഡ് എടുക്കേണ്ടത്, ഈ ബ്ലൂ ലൈൻ ഈ മേളിലത്തെ ആ സോണിൻ്റെ മേളിൽ നെക്സ്റ്റ് ഏതെങ്കിലും 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, കട്ട് ചെയ്തിട്ട് കാര്യമില്ല, ക്ലോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിപ്പോൾ. ഇവിടെ നിങ്ങൾ ട്രേഡ് എടുത്താൽ ഈ സോണാണ് നമ്മുടെ 15 മിനിറ്റ്സിലെ സപ്പോർട്ട് സോണാണ് നിങ്ങളുടെ പ്രോഫിറ്റ് ബുക്കിംഗ് സോൺ. നിങ്ങളിവിടെ ട്രേഡ് എടുത്താൽ എത്രയിലാണ് ട്രേഡ് എടുത്തിരിക്കുന്നത്, 51,400 എടുത്താൽ നിങ്ങൾ ട്രേഡ് എടുത്തിട്ട് നിങ്ങളുടെ ബുക്ക് ചെയ്തിരിക്കുന്ന എത്രയിലാണ്, 51,301 നിങ്ങൾ ബുക്ക് ചെയ്തു. 170 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓൾറെഡി 170 പോയിൻറ്റ് ഇവിടെ വ്യത്യാസം വന്നു. അടുത്ത ദിവസം നമുക്കത് ഈ ലെവലിൽ വന്നല്ലേ, നമുക്കിവിടെ നമ്മൾ ഈ ലെവലിലാണ് നമ്മൾ നെക്സ്റ്റ് കാര്യം. ഈ ലെവലിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് സംസാരിച്ചിട്ട് ഈ ലെവലിൽ നമ്മൾ ട്രേഡ് എടുത്തിരുന്നു എങ്കിൽ ഈ ലെവൽ എന്ന് പറയുന്നത് 51,677 എടുത്തിട്ടെങ്കിൽ ഇവിടെ നമ്മൾ എക്സിറ്റ് ചെയ്ത് 51,350 ആണെങ്കിൽ ഇവിടെ നമുക്കൊരു സംതിങ് അറൗണ്ട് ഒരു 220 പോയിൻറ്റ്സ് അവിടെ കിട്ടി. അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമുക്ക് നല്ലൊരു പോയിന്റ് കിട്ടി. നമുക്ക് കിട്ടിയത് 51,474 മുതൽ സംതിങ് അറൗണ്ട് 51,301. ഈ ക്യാൻഡിൽ നോക്കിയാൽ മതി, ഈ ക്യാൻഡിൽ നോക്കണ്ട. ഇപ്പോൾ സംതിങ് അറൗണ്ട് 170 പോയിന്റ് കിട്ടിയെന്ന് വെച്ചാൽ എക്സലന്റ് പ്രോഫിറ്റിലായി നിങ്ങൾ. അതിനുശേഷം എന്താ സംഭവിച്ചത്, തിരിച്ച് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ സംതിലേക്ക് ആ സോണിൽ നിന്ന് തന്നെ സപ്പോർട്ട് എടുത്ത് കയറാൻ ശ്രമിച്ചു. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ക്യാൻഡിൽ കോമ്പിനേഷൻ വേണമെങ്കിൽ പറയാൻ പറ്റും. സംതിലേക്ക് മോർണിംഗ് സ്റ്റാർ എന്ന് പറയാം. മോർണിംഗ് സ്റ്റാർ ആകണമെങ്കിൽ ഇതൊരു ഗ്രീൻ ടിൻറ്റ് ആയിരുന്നെങ്കിൽ കറക്റ്റ് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ, പക്ഷേ നമ്മൾ തിയറി പറയുന്നതെല്ലാം കറക്റ്റായിട്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് കിട്ടത്തില്ല. മാർക്കറ്റിൽ നമുക്ക് മോർണിംഗ് സ്റ്റാർ ഇട്ട് എടുത്താൽ തിരിച്ച് സ്റ്റോക്ക് കയറി. ഈ കയറുന്ന ലെവലിലൊന്നും നമുക്ക് ട്രേഡ്സ് ഇല്ല. പിന്നെന്താ സംഭവിച്ചത്, ഇവിടെ ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് കൊടുത്തു. ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ഞാൻ വോളിയം ഓൺ ചെയ്തു. ബ്രേക്ക് ഔട്ട് കൊടുക്കുമ്പോൾ ബ്രേക്ക് ഔട്ടിന് വോളിയം ഉണ്ടോ നമ്മൾ നോക്കണം. അതാണ് ഏറ്റവും വലിയ ഫാക്ടർ. ബ്രേക്ക് ഔട്ട് വോളിയം, ഈ ബ്രേക്ക് ഔട്ടിന് പറ്റിയ വോളിയം ഉണ്ട്, വോളിയം വീക്കാണ് കാണിക്കുന്നത്. വോളിയം വീക്കാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പക്ഷേ തൊട്ടുമേളിൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത് നേരത്തെ സപ്പോർട്ട് ലോ പൊളാരിറ്റി പ്രകാരം റെസിസ്റ്റൻസ് ആക്ട് ചെയ്ത ലെവലാണ്. ഇവിടെ ഹിറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് റിസ്ക് എടുക്കാനേ സാധിക്കത്തില്ല. നമ്മളിവിടെ ബൈ ചെയ്യുന്നില്ല. നാച്ചുറലി അവിടെ ഹിറ്റ് ചെയ്ത് താഴെ വന്നു. നെക്സ്റ്റ് ക്യാൻഡിൽ വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡിൽ അവിടെ നിന്ന് കയറിപ്പോയി. പക്ഷെ എന്താ സംഭവിച്ചാൽ ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് അതിന് മുമ്പുള്ള ആ ഒരു സോണിലാണ്. ഈ സോൺ നേരത്തെ സപ്പോർട്ട് സോണാണ്, അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി ലോ പൊളാരിറ്റി. അതിനുശേഷം എന്താ സംഭവിച്ചത്, റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇതിൻ്റെ അകത്ത് രസം എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ് ചെയ്തത് 51,732 ആണെങ്കിൽ ഈ റെഡ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തത് 51,733 ആണ്. എക്സലൻറ്റ്
ടീസർ ടോപ്പാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻ ഡബിൾ നെഗറ്റിവിറ്റിയാണ് വന്നിരിക്കുന്നത്. ഡബിൾ നെഗറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഇഫ് യു വാണ്ട് ടു ടേക്ക് ട്രേഡ്, 2 ട്രേഡ് ഓൾറെഡി പ്രോഫിറ്റ് ആയി കഴിഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് യു ആർ സോ വില്ലിംഗ് ടു ബൈ ഇറ്റ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ക്യാൻഡിൽ ക്ലോസിംഗ് ടൈമിൽ, കാരണം ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഫോളോ അപ്പ് ക്യാൻഡിൽ റെഡ് ക്യാൻഡിൽ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്, ക്ലോസിംഗ് ടുവേഴ്സ് ലോ ആണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് എന്താ പറയണ്ടേ, ഹൈ നെഗറ്റിവിറ്റി ഓൾറെഡി നമ്മൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഷോർട്ട് ഒരു PE മേടിക്കാം. ആ PE മേടിച്ചിട്ട് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഈ ബ്ലൂവിൻ്റെ തൊട്ട് മേളിൽ ക്ലോസ് ചെയ്യണം. ഈ തൊട്ട് മേളിൽ ടച്ച് ചെയ്തിട്ട് കാര്യമുള്ള ക്ലോസ് ചെയ്യണം. ഇവിടെ നിങ്ങൾ മേടിച്ചാൽ നിങ്ങൾ മേടിക്കുന്ന 51,660 ആണെങ്കിൽ ഈ ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യാം. ഈ ക്യാൻഡിൽ ടച്ച് ചെയ്ത് ഇതിൻ്റെ അകത്ത് കയറാൻ നേരത്തെ എക്സിറ്റ് ചെയ്യാം. 51,662 51,365 എത്ര വന്നു? സംതിങ് അറൗണ്ട് 200 പോയിന്റ്സ് വന്നു. സോ എന്തുമാത്രം പോയിന്റ് നമുക്ക് കിട്ടിയെന്ന് നിങ്ങൾ ആലോചിക്കുക. പ്രൈസ് ആക്ഷൻ വരെ അതിനുശേഷം വീണ്ടും എന്താ സംഭവിച്ചാൽ വീണ്ടും അവിടെ സപ്പോർട്ട് എടുത്തു. വീണ്ടും സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഈ ലെവൽ എന്ന് പറയുന്നത് സംതിങ് അറൗണ്ട് 2:30 മണി 2:45 3 മണിയായി. ഈ ഭാഗത്തൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ട്രേഡ് എടുക്കൽ. കാര്യം പല ഇൻട്രാഡേ അക്കൗണ്ട്സും ക്ലോസിംഗ് ടൈമിലാണ്. നെവർ ടേക്ക് ട്രേഡ് ഡ്യൂറിംഗ് ക്ലോസിംഗ് ടൈം. നിങ്ങൾക്ക് ഓൾറെഡി 3 പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞു പ്രൈസ് ആക്ഷൻ വഴി. അതാണ് ഞാൻ നിങ്ങളെ പറയാൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു പോയിന്റിൽ ഇഫ് യു വാണ്ട് ടു ഡിസ്കസ് മച്ച്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെയിൽ അയക്കാം. വി വിൽ ഹാവ് എ ഡിസ്കഷൻ സെഷൻ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ബേസിക്കലി പ്രൈസ് ആക്ഷൻ്റെ 1-2 കൺസെപ്റ്റ്സ് മാത്രമേ ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളൂ. കുറേ കൺസെപ്റ്റ് പ്രൈസ് ആക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കാറുണ്ട് ഡെപ്തിൽ. സോ നമുക്ക് നമ്മുടെ സൂം സെഷനിൽ നമുക്ക് മീറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.